നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗവൺമെൻറ് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എങ്ങനെ പുതിയതെടുക്കാം, നിലവിലുള്ളത് എങ്ങനെ പുതുക്കാം, മറ്റ് കുടുംബാംഗങ്ങളെ എങ്ങനെ ചേർക്കാം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിൽ പ്രതീക്ഷിക്കാതെ വരുന്നൊരു കാര്യമാണ് നമ്മുടെ ഹോസ്പിറ്റൽ ചിലവുകൾ. പെട്ടെന്ന് വലിയ സംഖ്യകൾ നമുക്ക് ചിലപ്പോൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. അതിന് പരിഹാരമായിട്ടായിരുന്നു ഏകദേശം 12-13 വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ ഇങ്ങനെ ഒരു പ്രഖ്യാപനമായി വന്നിട്ടുള്ളത്. അന്ന് ഒരു കുടുംബത്തിലെ 5 ആളുകൾക്ക് തികച്ചും സൗജന്യമായി 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്നൊരു പദ്ധതി. പക്ഷേ ഇതിൻ്റെ തുടക്ക സമയങ്ങളിൽ ഒട്ടുമിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഇതിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഈ കാർഡ് എടുക്കാനും വന്ന് മെനക്കെട്ടിരുന്നില്ല. പിന്നീട് ഓരോ വർഷവും ഇതിന് പുതുക്കണമായിരുന്നു. നമ്മൾ ഈ 5 ആളുകളും നേരിട്ട് ക്യാമ്പുകളിൽ ചെന്ന് ഈ കാർഡ് കറക്റ്റായി പുതുക്കി പോകുന്ന ആളുകൾക്ക് ഇപ്പോഴും ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ അന്ന് കാർഡ് എടുക്കാൻ സാധിക്കാത്ത ആളുകൾ, അതുപോലെ തന്നെ അന്ന് കാർഡ് പിന്നീട് പുതുക്കാൻ സാധിക്കാത്ത ആളുകൾക്കെല്ലാം ഇപ്പോൾ ചെറിയ ചെറിയ അപ്ഡേഷനുകൾ വന്നിട്ടുണ്ട്. നിലവിൽ നിങ്ങൾക്ക് ഈ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുള്ള ആളുകളാണെങ്കിൽ യെസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. 2018-17 കാലഘട്ടത്തിൽ നമ്മുടെ കൊറോണയ്ക്ക് മുമ്പായി തന്നെ ഒരു കുടുംബത്തിലെ 5 ആളുകളെ ഒഴിവാക്കി എല്ലാ ആളുകളെയും ഇതിൽ ഉൾപ്പെടുത്തുന്ന രീതിയിൽ നമുക്കൊരു കാർഡ് ലഭിച്ചു. ഓരോ വ്യക്തികൾക്കും അവരുടെ ആധാർ കാർഡിലുള്ള ഫോട്ടോ വെച്ചുള്ള കാർഡൊന്ന് ലഭിച്ചിരുന്നു. അന്ന് കാർഡ് ലഭിച്ച ആളുകൾക്ക്, അന്ന് ചില കുടുംബത്തിലെ എല്ലാ ആളുകൾക്കും ഈ കാർഡ് ലഭിച്ചിരുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ കുടുംബത്തിലെ മറ്റംഗങ്ങൾ ഇതിലേക്ക് ചേർക്കാനുള്ള അവസരമുണ്ട്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, നിലവിൽ നമ്മുടെ കയ്യിൽ ലാമിനേഷൻ ചെയ്ത ഏതെങ്കിലും ഒരു കാർഡ് ഉണ്ടായിരിക്കണം. ആ കാർഡിൽ ഉള്ള കുടുംബത്തിലെ റേഷൻ കാർഡിൽപ്പെട്ട മറ്റംഗങ്ങളെ നമുക്ക് ഇതിൽ ചേർക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് വന്നൊരു അപ്ഡേഷനായിരുന്നു 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക്, നിലവിൽ കാർഡില്ലാത്ത ആളുകൾക്ക് പോലും ഈ കാർഡ് പുതിയത് എടുക്കാമെന്നുള്ളത്. അന്ന് കാർഡ് എടുത്ത ആളുകൾക്കും ഇപ്പോൾ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു പുതിയൊരു മറ്റൊരു അപ്ഡേഷൻ കൂടി വരികയാണ്. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ കൂടി ഇതിൻ്റെ ഒരു അപ്ഡേഷൻ വരികയാണ്. വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പുകൾ ഉണ്ടായിരിക്കും. 60 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും ഈ ഒരു കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന രീതിയിലാണ് പുതിയ അപ്ഡേഷൻ വരുന്നത്. BPL APL വ്യത്യാസമില്ലാതെ ഈ 60 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും ഇതിലേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും നമ്മുടെ വീടുകളിലോ മറ്റോ 60 വയസ്സ് കഴിഞ്ഞ ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക. അതിൽ നമ്മൾ ആദ്യം റെഡിയാക്കി വെക്കേണ്ടത് നമ്മുടെ ആധാർ കാർഡാണ്. അതുപോലെ തന്നെ നമ്മുടെ റേഷൻ കാർഡിലും ആധാർ കാർഡിലും ഒരേ പേരാണെന്ന് ഉറപ്പ് വരുത്തുക. രണ്ടിലുമുള്ള വയസ്സും ഒന്നാണ് തന്നെ ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നും കൂടി ഉറപ്പ് വരുത്തുക. ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് OTP മറ്റു കാര്യങ്ങളും വരികയുള്ളൂ. അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് നല്ല തിരക്കായിരിക്കും. നമുക്കറിയാം, ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്ക് കുറവുള്ള സമയമാണ്. അടുത്ത മെയ് മാസത്തോട് കൂടി തന്നെ കുട്ടികളുടെ അഡ്മിഷൻ അടക്കമുള്ള കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നല്ല തിരക്കായിരിക്കും. ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തി നമ്മുടെ ആധാർ കാർഡെല്ലാം റെഡിയാക്കി വെക്കുക. എന്നാൽ ഇങ്ങനത്തെയുള്ള അപ്ഡേഷൻ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ പുതിയത് കാർഡ് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ കാർഡ് കൊല്ലം പുതുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീടുകളിൽ മറ്റാർക്കെങ്കിലും ഈ ഒരു കാർഡുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇൻഷുറൻസ് കാർഡിൽ അവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. അതിന് നിലവിൽ കാർഡുള്ള ഒരാളും അതുപോലെ തന്നെ പുതിയ ചേർക്കേണ്ട ആരെങ്കിലും അവരുടെ ആധാർ കാർഡുമായി നിങ്ങൾ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യങ്ങൾക്ക് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെയുള്ള അക്കൗണ്ടിൽ നിന്നും അവരെ ആഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർക്കും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ കാർഡ് നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നുണ്ട്. വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നുണ്ട്. സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റോ ഓൺലൈൻ സെൻറ്ററുകളിലോ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാർഡ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.